ഗുഡ് ഈവനിംഗ്. ഈ ദിനത്തിലെ 24 പ്രധാന വാർത്തകളുടെ വിശദാംശങ്ങൾ അറിയാം അരമണിക്കൂറിൽ അതിവേഗം. 24 ഹെഡ്ലൈൻസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ക്രിസ്മസ് ദിനത്തിൽ മുനമ്പം ജനതയ്ക്ക് നേരിയ ആശ്വാസം. താമസക്കാർക്ക് ഭൂനികുതി അടയ്ക്കാമെന്ന് സർക്കാർ. ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കും. ഭൂമിയുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം കിട്ടണമെന്ന നിലപാടിൽ ഉറച്ച് സമരസമിതി. വഖഫ് രജിസ്റ്ററിൽ നിന്ന് മുനമ്പം ഭൂമി മാറ്റി എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യം. എല്ലാ റവന്യൂ അവകാശങ്ങളുമാണ് വേണ്ടത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന റവന്യൂ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിക്കുക. ഒരു പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്. 10-35 വർഷങ്ങളോളം എല്ലാ റവന്യൂ അവകാശങ്ങളും ഉണ്ടായിരുന്നൊരു ഭൂമിയാണ്. അത് പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതാകുകയാണ്. അതിന് കാരണം വഖഫ് രജിസ്റ്ററിൽ ഈ ഭൂമി ചേർത്തെടുത്തുകൊണ്ടാണ്. അപ്പോൾ അത് ഇല്ലാതാക്കുക. അത് ഇല്ലാതാക്കി കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളും വീണ്ടും പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതാണ് ശാശ്വത ഒരു പരിഹാരം. മാത്രമല്ല ഞങ്ങൾ ഈ സമരം ചെയ്യുന്നതെല്ലാം അതിനു വേണ്ടിയാണ്. മുനമ്പത്തെ താമസക്കാർക്ക് കരമടയ്ക്കാം എന്നത് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നേരത്തെ തന്നെ കരമടക്കാം എന്ന് ഗവൺമെൻറ് സമ്മതിച്ചതാണ്. പിന്നീട് അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളവരുടെ കേസും കുഴപ്പവും കൊണ്ടാണ് കരമടക്കാൻ സമ്മതിക്കാതിരുന്നത്. അവർ കോടതിയുടെ ഭാഗമായിട്ടാണ് പലരും വേണ്ടാന്ന്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യനെ ഒരാളെയും എന്തിൻ്റെ പേരിലും കുടിയൊഴിപ്പിക്കാൻ പാടില്ല. ക്രിസ്മസ് ദിനത്തിലും സമരം തുടർന്ന് മുനമ്പം ജനത. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമരപ്പന്തലിലെത്തി. വിവിധ മതങ്ങളിൽപ്പെട്ട ലോകം ക്രിസ്മസ് ആഘോഷത്തിൽ. ദേവാലയങ്ങളിലെ തിരുപ്പിറവി ശുശ്രൂഷകളിൽ പങ്കെടുത്തും സ്നേഹ സന്ദേശങ്ങൾ കൈമാറിയും വിശ്വാസികൾ. യുദ്ധം തകർത്ത സ്ഥലങ്ങളിൽ പ്രത്യാശ പകരാൻ കഴിയട്ടെയെന്ന് ക്രിസ്മസ് സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ. ക്രിസ്മസ് ആശംസ നേരാൻ കോഴിക്കോട് ബിഷപ്പ് ഹൌസിലെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കലുമായി കൂടിക്കാഴ്ച നടത്തി. സ്നേഹമാണ് ക്രിസ്മസ് സന്ദേശമെന്ന് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ. എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ ഞാൻ നേരുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സാദിഖ് അലി തങ്ങളും പ്രിയപ്പെട്ട MK മുനീർ MLAയും ഇവിടെ സന്നിഹിതരാണ്. ക്രിസ്മസ് ആശംസിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നതാണ്. വളരെ സന്തോഷമുണ്ട്. അങ്ങനെയുള്ള ആ സൗഹാർദ്ദം നിലനിർത്തുന്നത് എപ്പോഴും നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സന്ദർശനത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്ന കാലഘട്ടമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സ്നേഹത്തിൻ്റെ ജന്മദിനമായിട്ടാണ് അതെല്ലാവരും കാണുന്നത്. ലോകമെങ്ങുമുള്ള സമൂഹം അത് മനസ്സിലാക്കുന്നു, ആദരിക്കുന്നു. ലോകമെങ്ങും ക്രിസ്മസ് വളരെ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. കേരളത്തിലാകുമ്പോൾ നമ്മുടെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കൂടി ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്നുള്ളത്. ബന്ധങ്ങളുടെ പാലം അത് ആഘോഷങ്ങളിലൂടെ തീർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ബന്ധങ്ങളുടെ പാലമാണ് നമ്മൾ വീണ്ടും പുനർനിർമ്മിക്കുന്നതും വീണ്ടും അതിനെ ദൃഢപ്പെടുത്തുന്നതും. കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയായിരുന്നു. പക്ഷേ അതിനൊരിക്കലും തന്നെ ഞങ്ങൾ ആരും കൂട്ടുനിൽക്കുകയില്ല. ഏത് വിധേനയും അവർക്ക് അവരുടെ ജീവിതാവകാശം നിലനിർത്തി കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ അതെന്താണോ ചെയ്യേണ്ടത് ആ കാര്യത്തിലാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് പിന്നാലെ ക്രിസ്മസ് ആഘോഷത്തിനായി CBCI ആസ്ഥാനം സന്ദർശിച്ച് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ. പുരോഹിതർക്കൊപ്പം കേക്ക് മുറിച്ച് ആഘോഷങ്ങളുടെ ഭാഗമായി. എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നതാണ് കേന്ദ്ര സർക്കാർ നയമെന്ന് JP നഡ്ഡ. मेरी क्रिसमस की हार्दिक शुभकामनाएं देता हूं और आज मुझे सेक्रेड हार्ट कैथेड्रल में आकर यीशु मसीह जी के
दर्शन करने का सौभाग्य प्राप्त हुआ। सबका साथ, सबका विकास, सबका विश्वास, सबका प्रयास, इस मंत्र को लेकर, प्रधानमंत्री जी के इस मंत्र को लेकर देश आगे बढ़े और समाज में सद्भावना के साथ साथ सभी विकास के साथ अपने आप को जोड़े, ऐसी हमने प्रार्थना की है। आज के दिन मैं पुनः आप सब के माध्यम से देशवासियों को, सभी भाई बहनों को क्रिसमस की बहुत बहुत शुभकामनाएं देता हूँ। ക്രൈസ്തവ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ജെ.പി. നഡ്ഡയെ അറിയിച്ചെന്ന് ആർച്ച് ബിഷപ്പ്. We have expressed our consider Manipur. Of course, this time we have not had the chance of putting Manipur before him, but we have of course spoken about the attacks on Christians, and he has said that whatever we have, whatever concerns we have, he is ever ready to listen to us, and he will make sure that on a priority basis he will act in favor of those who are victims of attacks and harassment. ഗവർണർ സ്ഥാനമൊഴിയുന്ന ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി CPI-എം. കേരള ഗവർണർ സ്വീകരിച്ചത് ഭരണഘടനാ വിരുദ്ധ നടപടികളെന്ന് M.V. ഗോവിന്ദൻ. പുതിയ ഗവർണറെക്കുറിച്ച് മുൻവിധികളില്ലെന്നും വിശദീകരണം. ഗവർണർ ഭരണഘടനാപരമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ നോക്കിയിട്ടല്ല. ഭരണഘടനാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് പകരം ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളാണ് ഗവർണർ സ്വീകരിച്ചത്. ഇതേവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അന്നും ഇന്നും നാളെയും നിലവിലുള്ള ഗവർണറെ സംബന്ധിച്ചിടത്തോളം പരാതി കേരളത്തിലുണ്ട്. അതിനെ വെള്ളപൂശാൻ വേണ്ടി, മഹത്വവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ചില മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് തികച്ചും കേരള വിരുദ്ധമായ സമീപനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ ഗവർണർ വന്നിരിക്കുന്നു. അപ്പോൾ BJP ആണ് നോമിനേറ്റ് ചെയ്യുന്നത്. പരമ്പരാഗത RSS BJP സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗവർണറെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് വരുന്ന ഒരു ഗവർണറെ പറ്റി മുൻകൂട്ടി അദ്ദേഹം ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഭരണഘടനാപരമായി പ്രവർത്തിക്കണം. ആരിഫ് മുഹമ്മദ് ഖാൻ തെറ്റേറ്റു പറയണമെന്ന് AK ബാലൻ. ഗവർണർ പ്രവർത്തിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി. ഇവിടെ കാട്ടിയതുപോലെ ബീഹാറിലും ചെയ്യട്ടെ എന്നും പരിഹാസം. കേരളത്തിൻ്റെ ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മുതൽ നാളിതുവരെയായി കേരളത്തിൽ വന്ന ഒരു ഗവർണറുമാരും ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ കാട്ടിയ സമീപനം കാട്ടിയിട്ടില്ല. ഗവർണർ പോകുന്നതിലാകെ വിഷമത ഉണ്ടാകുക ഒന്ന് BJPക്കാണ്, പിന്നെ കോൺഗ്രസിലെ ചിലർക്കും, തിരുവഞ്ചൂരിനെ പോലുള്ള ആൾക്കാർ. മുഹമ്മദ് ആരിഫ് ഖാൻ തികച്ചും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ചട്ടുകമായി. ഗവർണറോട് CPI-എമ്മിന് വൈരാഗ്യമെന്ന് K. സുരേന്ദ്രൻ. പുതിയ ഗവർണർ വന്നാലും സർക്കാരിന്റെ കള്ളത്തരങ്ങൾ അനുവദിക്കില്ലെന്നും K. സുരേന്ദ്രൻ. എല്ലാ ജനാധിപത്യ മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമസഭയെ നോക്കുകുത്തിയാക്കി ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ബില്ലുകൾ കൊണ്ടുവന്നപ്പോൾ അതേ പിടിച്ചു വെച്ചു. ഗോവിന്ദൻ്റെ പാർട്ടിയാണ് ഭരണഘടനയെ കശാപ്പ് ചെയ്തത്. കഴിഞ്ഞ 5 വർഷവും CPM-നും പിണറായി വിജയനും പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതായിട്ട് വന്നു. അതിനുള്ള ജാള്യതയാണ് ഗോവിന്ദൻ ഇപ്പോൾ ഉള്ളത്. ഗോവിന്ദൻ വിചാരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ പോയി വേറൊരു ഗവർണർ വന്നാൽ ഈ കള്ളത്തരമെല്ലാം ഇവിടെ നടത്താമെന്നാണ്. ഏത് ഗവർണർ വന്നാലും ഗോവിന്ദൻ്റെ കള്ളത്തരങ്ങൾ, പിണറായി വിജയൻ്റെ കള്ളത്തരങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നില്ല. ബിലാസ്പൂരിലെ പരിപാടികൾ വെട്ടിച്ചുരുക്കി ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ കേരളത്തിലെത്തും. വയോധികയെ തെരുവുനായ കടിച്ചുകൊന്ന സംഭവത്തിന്റെ ഞെട്ടൽ മാറാതെ ആലപ്പുഴ ആറാട്ടുപുഴ. കാർത്തിയാനിയമ്മ കഴിഞ്ഞിരുന്നത് വീടിന് പുറത്തെ ഷെഡിൽ. തെരുവുനായ ആക്രമിച്ച വയോധിക 2 മണിക്കൂറോളം വീട്ടുമുറ്റത്ത് കിടന്നു. താൻ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ആക്രമണമെന്ന് മകൻ. നിങ്ങൾ വന്ന് നോക്കുക, അകത്ത് അമ്മയ്ക്ക് ഒരു മുറിയുണ്ട്. പക്ഷെ ഈ സ്റ്റെപ്പ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കയറണ്ടല്ലോ, പ്രായമല്ലേ. ഞാനത് കാരണം ഞാൻ പറയാം, ഒന്നീ അമ്മ അകത്തിരി, അല്ലെങ്കിൽ വെളിയിൽ. മോനെ ഞാൻ വെളിയിലേക്കാം, നീ വരുമ്പോഴത്തേനും ഞാൻ അകത്ത് കയറാം. അപ്പോൾ അവൾ ചിലപ്പം വെളിയിൽ കൊണ്ട് കൊടുക്കും, അല്ലെ അകത്താണെങ്കിൽ അമ്മയ്ക്ക് അകത്തിരുന്ന് ഭക്ഷണം കൊടുക്കും. ഇതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? അമ്മ അങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാം.
ഇത് അങ്ങനെ ഒരു വീട്ടിലെ ഒരാൾ എന്ന് പറഞ്ഞ പോലെ നടക്കുകയും എടുക്കുകയും ചെയ്യുന്ന ഒരാൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചില്ലല്ലോ ഈ പട്ടി ഇതുണ്ടാവുമെന്ന്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ. അയൽക്കാരുമായി പ്രകാശന് സഹകരണമില്ലെന്നും പ്രതികരണം. പുറത്തുനിന്ന് പൂട്ടിയാലും പട്ടിക്കകത്തൂടെ കയറാൻ പറ്റും. ഈ പ്ലാസ്റ്റിക് വെച്ചായിട്ട് ഇതിലൂടെയൊക്കെ ഇടവുള്ളിടത്തോടെ പട്ടി കയറി. പക്ഷേ ഈ വല്യമ്മയ്ക്ക് ഈ 81 വയസ്സായ വല്യമ്മയ്ക്ക് വലുതായിട്ടൊന്നും സംസാരം. ഇവരിങ്ങനെ കിടന്ന് കരയുന്നെന്ന് പറയുന്നു. പക്ഷെ കരയുന്നെങ്കിലും നമുക്ക് ഇതെന്തുവാന്നുള്ളത് അറിയുന്നില്ല. ഇവരെവിടെങ്കിലും അല്ല ഒന്ന് പറയിച്ചും പോകത്തില്ല. ഈ തള്ളയെ വെളിക്കിരുത്തിക്കൊണ്ട് പോകുന്നല്ലാതെ ആരോട് അയലുകാരും സഹകരണമില്ല. അത് അവരകത്തായിരുന്നെങ്കിലും കുഴപ്പമില്ല, അവരെ പുറത്തേറ്റ് പൂട്ടി വെച്ചാൽ പോയിരിക്കുന്നു. സർക്കാർ മറുപടി പറയണമെന്ന് രമേശ് ചെന്നിത്തല. കാർത്തിയാനി അമ്മയുടെ സംസ്കാരം തകഴിയിലെ വീട്ടുവളപ്പിൽ. ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിനെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് നീക്കം. ലുക്കൌട്ട് സർക്യുലർ പുറത്തിറക്കി. പ്രതി വിദേശത്തേക്ക് കടക്കുന്നത് തടയാൻ അന്വേഷണ സംഘം. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയതിന് പിന്നാലെ ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്നതോടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ സ്കൂൾ അധ്യാപകരെ കേന്ദ്രീകരിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണം. അധ്യാപകരുടെ CDR ഉടൻ പരിശോധിക്കും. ഷുഹൈബ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് 31-ന്. കൊച്ചിയിലെ അനാശാസ്യ കേന്ദ്രം നടത്തിപ്പ് കേസിൽ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. ഇരുവർക്കും നേരിട്ട് പങ്കാളിത്തമുണ്ടെന്ന് കണ്ടെത്തി. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തെന്ന് കണ്ടെത്തൽ. സ്പായുടെ മറവിൽ പെൺവാണിഭമെന്ന 24 വാർത്ത സ്ഥിരീകരിച്ച് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. കേസിൽ അറസ്റ്റിലായത് 8 പേർ. അപ്പോൾ ഈ കേസ് നമ്മൾ എടുത്തത് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എൻക്വയറി നടത്തിയിട്ട് ശേഷമാണ് നമ്മൾ എടുത്തത്. നേരത്തെ ഇങ്ങനെ ഒരു നടക്കുന്നുണ്ട് എന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരു 24/7 ചാനലിൽ യൂട്യൂബിൽ ഒരു വാർത്ത വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ട്. ആ എൻക്വയറിയുടെ ബേസിസിലാണ് നമ്മൾ ഈ കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും മറ്റ് സ്ഥാപനം റെയ്ഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായ ASIമാരായ ബ്രിജേഷ് ലാൽ, TK രമേശൻ എന്നിവരുടെ സ്വത്ത് വിവരങ്ങളിലേക്കും അന്വേഷണം. ചെന്നൈ അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനിക്ക് ക്രൂര പീഡനമെന്ന പരാതി. കന്യാകുമാരി സ്വദേശിനിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം 2 പേർ ചേർന്ന് പീഡിപ്പിച്ചെന്ന് പെൺകുട്ടി. ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. സർവകലാശാലയിൽ വിദ്യാർത്ഥി പ്രതിഷേധം. ക്രൈസ്തവ സഭകളുടെ എതിർപ്പ് കടുത്തതോടെ വനനിയമ ഭേദഗതിയിൽ സർക്കാർ പിന്നോട്ട്. തിടുക്കത്തിൽ ബിൽ വേണ്ട എന്ന നിലപാടിൽ മുഖ്യമന്ത്രി. വരുന്ന സമ്മേളനത്തിൽ നിയമ ഭേദഗതി അവതരിപ്പിക്കുന്നതിൽ ആശയക്കുഴപ്പം. വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കരടിൽ പരിഷ്കാരം നിയമസഭയിൽ മാത്രം. ഭേദഗതികൾ വനമന്ത്രി സബ്ജക്ട് കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. വാറണ്ട് കൂടാതെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താൻ ആലോചന. 31-ന് അവസാനിക്കുന്ന ഹിയറിംഗിന് ശേഷം അന്തിമ തീരുമാനം. വടകര കാരവൻ ദുരന്തത്തിൽ മരണകാരണം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിഷവാതകം പടർന്നത് ജനറേറ്ററിൽ നിന്ന്. സ്ഥിരീകരണത്തിനായി വാഹനത്തിൽ കൂടുതൽ പരിശോധന നടത്തും. മരിച്ച 2 പേരുടെയും ആന്തരികാവയവങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. കൊല്ലം നിലമേലിൽ പ്രഭാത സവാരിക്കിടെ കാറിടിച്ച് റോഡിൽ വീണ സ്ത്രീക്ക് ലോറിക്കടിയിൽപ്പെട്ട് ദാരുണാന്ത്യം. മരിച്ചത് മുരുക്കുമൺ പ്ലാച്ചിറവട്ടം വീട്ടിൽ ഷൈല BV. ലോറി നിർത്താതെ പോയി. കാർ ഓടിച്ചിരുന്ന ആളെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലിങ്കൺ ബിശ്വാസ് ഓൺലൈൻ തട്ടിപ്പിലൂടെ തട്ടിയെടുത്ത 35 ലക്ഷം രൂപ കണ്ടെത്തിയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. തട്ടിപ്പിലൂടെ ലഭിച്ച 75 ലക്ഷം രൂപയുള്ള അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. 5 സംസ്ഥാനങ്ങളിലേക്ക് തട്ടിപ്പ് പണം എത്തി. അറസ്റ്റിലായ മുഖ്യപ്രതി ലിങ്കൺ ബിശ്വാസ് ചൈനീസ് ആപ്പും കംബോഡിയയിലെ IP അഡ്രസ് ഉപയോഗിച്ചതായും കണ്ടെത്തി. കേസിലെ കൂടുതൽ പ്രതികളെ കണ്ടെത്താൻ ഉണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ. ഇദ്ദേഹത്തിന്റെ മൊബൈൽ നമ്മൾ സീസ് ചെയ്തു. നെക്സ്റ്റ് ഇദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ആൾറെഡി പരിശോധിച്ചു കുറച്ച്.
പരിശോധിച്ച ബാങ്ക് അക്കൗണ്ടുകളിൽ ഏകദേശം 75 ലക്ഷം രൂപ പൈസ അതിനകത്തുണ്ട്. ആ പൈസ എല്ലാം നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇദ്ദേഹത്തിൻ്റെ പേരിൽ മൊത്തം ഒരു 10 അക്കൗണ്ടുകൾ നമ്മൾ കണ്ടുപിടിച്ചു. അതിൻ്റെ അന്വേഷണം നടത്തി വരികയാണ്. പ്രതി ലിങ്കൺ ബിശ്വാസ് കൊൽക്കത്തയിൽ അറസ്റ്റിലാകുന്ന ദൃശ്യങ്ങൾ 24-ന്. വാഴക്കാട് ലഹരി കേസിൽ അന്വേഷണം ഊർജിതം. മുഖ്യപ്രതി ഷബീബിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. 2 നടിമാർക്ക് വേണ്ടിയാണ് MDMA എത്തിച്ചതെന്ന മൊഴി പരിശോധിക്കാൻ പോലീസ്. സംഘാംഗമെന്ന് സംശയിക്കുന്ന ജിതിനായും അന്വേഷണം. വയനാട്ടിൽ MDMA വേട്ട. 1/2 കോടി രൂപ വില വരുന്ന ലഹരി മരുന്നുമായി 2 പേർ പിടിയിൽ. തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റിൽ കാർ പരിശോധനയ്ക്കിടെയാണ് ലഹരി വേട്ട. ലഹരി എത്തിച്ചത് ബംഗളൂരുവിൽ നിന്ന്. ഭാരതപ്പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ്. 4 പ്രതികൾ കസ്റ്റഡിയിലായതായി സൂചന. ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നിലമ്പൂർ വഴിക്കടവ് കുന്നമ്മൽ സ്വദേശി സൈനുൽ ആബിദ്. കൊലപാതകം വ്യക്തിവൈരാഗ്യത്തെ തുടർന്നെന്ന് സൂചന. പ്രതികൾ പിടിയിലായത് കോയമ്പത്തൂരിൽ നിന്ന്. ഒളിവിലുള്ള ഒരാൾക്കായി അന്വേഷണം ഊർജിതം. വയനാട് ഉപതിരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗത്തിന്റെ മാത്രം വോട്ട് കൊണ്ടല്ല പ്രിയങ്ക ഗാന്ധി വിജയിച്ചതെന്ന് റോബർട്ട് വാദ്ര. ജനങ്ങൾക്ക് പ്രിയങ്കയെ ആവശ്യമുള്ളത് കൊണ്ടാണ് പ്രിയങ്കയെ വിജയിപ്പിച്ചത്. ജനങ്ങളുടെ ശബ്ദമാകാൻ പ്രിയങ്കയ്ക്ക് കഴിയുമെന്നും റോബർട്ട് വാദ്ര. Priyanka has won because of the people want her to be in politics. The people have wanted her, and we have the blessings of the people of Kerala. And it's not any one community or everything. Overall, people love her, and she will work for the people of the country. And all the issues that they face will be definitely raised and whatever BJP tries to hide, I know Priyanka will raise that. She's strong, and she's the voice of the people of Kerala and India as well. സൈനികൻ വിഷ്ണുവിന്റെ തിരോധാനത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പൂനെയിലെത്തിയ അന്വേഷണ സംഘം സൈനിക ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു. വിഷ്ണുവിന് ക്യാമ്പിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന മൊഴി. അവധി ലഭിച്ചതോടെ 16-ന് തന്നെ ക്യാമ്പിൽ നിന്ന് മടങ്ങി. ബാങ്ക് ഇടപാടുകളും പരിശോധിച്ച് പോലീസ്. സംഭവത്തിൽ പ്രത്യേക അന്വേഷണം ആരംഭിച്ച് സൈന്യം. കോഴിക്കോട് മുതലക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിൽ മോഷണം. മഹാരാഷ്ട്ര സ്വദേശി നിസാം ഖാൻ അറസ്റ്റിൽ. ഭണ്ഡാരവുമായി കടന്നുകളഞ്ഞ പ്രതി പണം ഇല്ലെന്ന് കണ്ടതോടെ ഉപേക്ഷിക്കുകയായിരുന്നു. നിരവധി ക്ഷേത്ര മോഷണ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ നിസാം ഖാൻ എന്ന് പോലീസ്. കൺസിക്യൂട്ടീവ് വിഷ്വൽസ് എടുത്ത സമയത്ത് ഒരു കടയിൽ കയറി എന്തോ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഫുഡ് ഐറ്റംസ്, എന്തോ വെള്ളമോ എന്തോ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കടക്കാരന് വ്യക്തമായിട്ട് റെക്കലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് ചോദിച്ചതെന്ന്. പുള്ളി മലയാളിയാണോ എന്ന് ചോദിച്ചപ്പോൾ മലയാളത്തിലാണ് സംസാരിച്ചതെന്ന് തോന്നിയെന്ന് പറഞ്ഞു. ജസ്റ്റ് എന്തോ വാക്ക് ചോദിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഈ CCTV ദൃശ്യം അദ്ദേഹത്തെ കാണിക്കുകയും ആ കടകളിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി പെക്യുലാരിറ്റീസ്, ബാക്കി നടക്കുന്ന രീതി ഒക്കെ നമുക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 12 മണിക്ക് ശേഷം ജൂബിലി ഹാളിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ആക്സിഡൻ്റലി വന്ന് പെട്ടതാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു മോഡസ്, ഒരു ഒക്കറൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാഷ് അദ്ദേഹം ഒരു അക്കൗണ്ടിലേക്ക് അയക്കുന്നു. ചോദിച്ചപ്പോൾ അത് വൈഫിൻ്റെ അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നീട് ഹമാര അക്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, മേര അക്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഫ്രീസ് ചെയ്യാനായിട്ട് മെയിൽ ചെയ്യുന്നുണ്ട്, ബാങ്കിന് മെയിൽ ചെയ്യുന്നുണ്ട്, ഇൻറ്റിമേഷൻ പോകുന്നുണ്ട്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ ധവളപത്രം പുറത്തിറക്കി കോൺഗ്രസ്. ആം ആദ്മി സർക്കാർ ജനങ്ങൾക്കായി ഒന്നും ചെയ്യുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് ദേവേന്ദ്ര യാദവ്. വൈദ്യുതി ബില്ല് 40% കൂട്ടിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മറുപടി പറയണം. മഴയിൽ റോഡുകൾ മുങ്ങി. വയോജനങ്ങൾക്ക് പെൻഷൻ നിരസിച്ചെന്നും ഭരിക്കുന്നത് ജനവിരുദ്ധ സർക്കാരെന്നും കോൺഗ്രസ്. തിരുവനന്തപുരത്ത് ക്രിസ്മസ് ആഘോഷത്തിന്റെ അലങ്കാരത്തിനിടെ അപകടം. മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ യുവാവ് മരിച്ചത് കിളിമാനൂർ ആലത്തുകാവ് സ്വദേശി AS അജിൻ. വിദഗ്ധ ചികിത്സ വേണമെന്ന ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം അവഗണിച്ച് വീട്ടിൽ വിശ്രമിക്കുന്നതിനിടെയാണ് മരണം. അപകടമുണ്ടായത് ഇന്നലെ രാത്രി അരശുവിള്ള നാട്ടുകൂട്ടം ക്ലബിന്റെ ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്കിടെ. കിളിമാനൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ക്രിസ്മസ് ദിനത്തിൽ സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൌസിന് മുന്നിൽ നിൽപ്പ് സമരവുമായി ഒരു വിഭാഗം വൈദികർ. പരസ്യ പ്രതിഷേധം ഏകീകൃത കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് 4 വൈദികർക്കെതിരായ അച്ചടക്ക നടപടിക്ക് പിന്നാലെ വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ഉദ്ഘാടനം ചെയ്തു. നേതൃത്വം കൂടെ നിർത്തിയിരിക്കുന്നത്
ക്രിമിനലുകളെയാണെന്നും ഇവർ നടപ്പാക്കുന്ന അനീതിയെ അനുസരിക്കില്ലെന്നും വൈദിക സമിതി. രാജസ്ഥാനിൽ കുഴൽക്കിണറിൽ വീണ 3.5 വയസ്സുകാരിയെ രക്ഷിക്കാനുള്ള ശ്രമം 2 ദിവസം പിന്നിട്ടു. സമീപത്ത് മറ്റൊരു കുഴിയെടുത്ത് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ നീക്കം. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. കുഞ്ഞിന് പൈപ്പ് വഴി ഓക്സിജൻ എത്തിക്കുന്നു. കുട്ടിയുടെ ആരോഗ്യനില അടക്കം പരിശോധിക്കാൻ ക്യാമറയും ക്രമീകരിച്ചു. മെഡിക്കൽ സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ പാക് സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ 15 മരണം. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും. ബർമാളിലെ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം. പാകിസ്ഥാന്റെ നടപടി താലിബാൻ ഭരണകൂടം തെഹ്രീക്കെ താലിബാൻ ഭീകരരെ സംരക്ഷിക്കുന്നു എന്നാരോപിച്ചു. ക്രിസ്മസ് ദിനത്തിൽ തൃശൂർ അതിരൂപത ആസ്ഥാനം സന്ദർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. പുൽക്കൂട് തകർത്തതുൾപ്പെടെയുള്ള വിവാദങ്ങൾക്കിടെയാണ് കൂടിക്കാഴ്ച. ഇത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമേ അല്ല. ക്രിസ്മസ് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും പരസ്പരം മനസ്സിലാക്കലിൻ്റെയും എല്ലാം ഒരു ആഘോഷ ഉത്സവമാണ്. അപ്പോൾ അത് നമ്മൾ മലയാളികളെല്ലാവരും കേരളത്തിൽ പ്രത്യേകിച്ചും ഒരുമിച്ച് ആഘോഷിക്കുന്നതാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങളിങ്ങനെ ഈ ഒരു ദിവസം ഈസ്റ്ററിനും ക്രിസ്മസിനും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറലും സ്നേഹയാത്രയും ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വന്നു. 24 ഹെഡ്ലൈൻസ് പൂർത്തിയാവുന്നു.